5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ മിടുമിടുക്കനായ ഒരു കുട്ടിക്ക് ഒരു പുസ്തകം സമ്മാനമായി ലഭിക്കുന്നു. പിന്നീട് ആ പുസ്തകം ആ കുട്ടിയുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ചരിത്രപ്രസിദ്ധവും അപൂർവവുമായ കൂടിക്കാഴ്ച നടന്ന് 100 വർഷം പിന്നിടുമ്പോൾ PI ശങ്കരനാരായണൻ്റെയും ജീവിതാനുഭവങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. 7 പാപങ്ങൾ വർജിച്ചിടേണ്ടതായി പറയുന്നു ഗാന്ധിജി, കേട്ടുകൊള്ളുക. ആദർശമില്ലാത്ത രാഷ്ട്രീയവും ജോലി ചെയ്യാതെ നേടുന്ന സമ്പാദ്യവും ധാർമ്മികമല്ലാത്ത വ്യാപാരവും ത്യാഗമില്ലാത്തൊരീശ്വര പൂജകളും മാനവികത്വമില്ലാത്ത ശാസ്ത്രം മനസ്സാക്ഷിക്കു ചേരാത്ത സൗഖ്യങ്ങളും ശുദ്ധ സ്വഭാവം വളർത്താത്ത വിദ്യയും 7 പാപങ്ങൾ മാറ്റി നിർത്തൂ. 9 വയസ്സിൽ സമ്മാനമായി കിട്ടിയ പുസ്തകം PI ശങ്കരനാരായണന് നിധിയാണ്. ഗാന്ധി എന്ന നിധി. അന്നു മുതൽ ഇന്നുവരെ PI ശങ്കരനാരായണന്റെ ജീവിതത്തിലെ വഴികാട്ടിയാണ് മഹാത്മാഗാന്ധി. ഈ പുസ്തകമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇതെനിക്ക് 1955 കൈവന്നതാണ്. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ കണ്ണൂരിലെ പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂളിൽ പഠിക്കുകയായിരുന്നു. രാധാവിലാസം UP സ്കൂളിൻ്റെ നവതി ആഘോഷത്തിന് ഞാൻ മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ടു. ക്ഷണിക്കപ്പെട്ടപ്പോൾ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ കുട്ടികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടുമായിട്ട് പറഞ്ഞു, ഇത് ഒരു മാതൃകയാണ്. കാരണം ഈ ഒരു പുസ്തകം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള നല്ല പുസ്തകങ്ങൾ കൊടുക്കണം, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വളർത്തുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നന്മയുടെ വഴി തെളിഞ്ഞു വരികയുള്ളൂ. ഇന്ന് അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കണം എന്നുകൂടി ഞാൻ അവരോട് പറഞ്ഞു. ഗാന്ധി ആശയങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനും പുസ്തകമാക്കാനും അദ്ദേഹം മറന്നില്ല. 136ഓളം പുസ്തകങ്ങളാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ആശയങ്ങളെയും ജീവിതത്തെയും അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയത്. പുസ്തകങ്ങളെ സുഹൃത്തുക്കളാക്കിയ ഈ എഴുത്തുകാരൻ സമൂഹത്തോട് സംസാരിക്കുന്നതും പുസ്തകത്തിലൂടെ. സമ്മാനമായി കിട്ടിയ പുസ്തകങ്ങൾ മാത്രമല്ല, 70 വർഷം മുന്നേയുള്ള പാഠപുസ്തകങ്ങളും കേടുപാടുകൾ കൂടാതെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിരുന്നു. 1984 പിന്നീട് ഗാന്ധിജി അറിയൂ എന്നുള്ളൊരു പുസ്തകം എഴുതി. ഗാന്ധിജിയുടെ മഹദ്വാക്യങ്ങളെ കുറിച്ച് സംഭരിച്ചു. ഇത് കൂടാതെ അങ്ങാണ് എൻ്റെ പ്രചോദനം എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 2021 അങ്ങനെ ഗാന്ധിജിയുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. സസ്യാഹാരം, ലഹരിവർജനം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങി ജീവിതം മുഴുവനും അദ്ദേഹം ഗാന്ധിജിയെ സ്വീകരിച്ചു. ഗാന്ധിജിയെ അറിയാൻ അദ്ദേഹം യാത്രകൾ നടത്തി. ഞാൻ സബർമതിയിൽ പോയി. ഗാന്ധിജി ജീവിച്ച അദ്ദേഹം നടന്ന ആ വഴികളിലൂടെ എനിക്ക് അവിടെ കാണാനും അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ കാണാനും ഒക്കെ സാധിച്ചു. ഗാന്ധിജിയുടെ തന്നെ ഇളയ മകനായ ദേവദാസിൻ്റെ മകൾ താരാ ഗാന്ധി ഭട്ടാചാര്യ ആണ് എന്നെ ഷോൾ അണിയിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ നേരെ പരമ്പരയിൽ നിന്ന് തന്നെ എനിക്കൊരു അംഗീകാരം കിട്ടും. ഇനിയുള്ള കാലം വയോജന സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. 9 വയസ്സായാലും 80 വയസ്സായാലും തൻ്റെ മാതൃകയാരെന്ന ചോദ്യത്തിന് PI ശങ്കരനാരായണന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ: ഗാന്ധിജി. നിരന്തരം പേന ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനവും മഹാത്മാവായ ഗാന്ധിജി തന്നെ. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹ മൊൾനൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹ നമുക്കൊപ്പം ഉണ്ട്. സ്നേഹ, അന്ന് കിട്ടിയ ആ പുസ്തകം ഇപ്പോഴും എന്താ പറയുക, ഹൃദയം പോലെ സൂക്ഷിച്ചു വെക്കുമ്പോൾ തന്നെ അറിയാം ആ പുസ്തകത്തിൻ്റെ മഹത്വം എന്ത്, ആ പുസ്തകത്തിലെ പഠിച്ച കാര്യങ്ങൾ അദ്ദേഹം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെന്ന്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? നമുക്കൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ വളരെ ചെറുപ്രായത്തിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ, ഇപ്പോൾ പഠനം തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും കലാപ്രകടനത്തിലോ മറ്റും നമുക്ക് നിരവധി പുസ്തകങ്ങളൊക്കെ സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ എത്ര പേരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം.
അതായത് ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് ഏകദേശം ഒരു 9 വയസ്സുള്ളപ്പോഴാണ് PI ശങ്കരനാരായണന്, അതായത് ഈ ക്ലാസ്സിലെ മികച്ച കുട്ടി അല്ലെങ്കിൽ മിടുമിടുക്കനായ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു സമ്മാനം കിട്ടുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ഗാന്ധിജി എന്നായിരുന്നു. 1954 പുറത്തിറങ്ങിയ വളരെ അപൂർവമായ ഒരു പുസ്തകമായിരുന്നു. അതിനുശേഷം 55-ലാണ് ഇത് അദ്ദേഹത്തിന്, അതിൽ എൻ്റെ സെക്കൻഡ് കോപ്പിയാണ് അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടുന്നത്. അത് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു എന്നതാണ്. ഈ സൂക്ഷിച്ചു വെച്ചു എന്നതിലുപരി, അതായത് ഈ വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന് 80 വയസ്സായപ്പോൾ ഈ പഠിച്ച അതേ സ്കൂളിലേക്ക് ഈ 80-കാരനായി ഇദ്ദേഹം അതേ പുസ്തകവുമായി പോകുകയാണ്. 90 വയസ്സുള്ള സ്കൂളിൽ 80 വയസ്സുള്ള അദ്ദേഹം തനിക്ക് സമ്മാനമായി കിട്ടിയ ഈ പുസ്തകവുമായിട്ട് പോകുകയാണ്. പക്ഷെ ഇത് സൂക്ഷിച്ചു വെച്ചു എന്നതിലപ്പുറം, അതായത് ഈ 9 വയസ്സ് മുതൽ ഇദ്ദേഹത്തെ സ്വാധീനിച്ചത് ഈ ഗാന്ധിജിയുടെ, അതായത് ഈ കുട്ടികൾക്കുള്ള ഒരു പുസ്തകമായിരുന്നു അത്. ഈ മഹാത്മാഗാന്ധിജിയുടെ ജീവിതം എങ്ങനെയെന്ന് വളരെ ലളിതമായി തന്നെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം വായിച്ച് അതിനുശേഷം വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു മഹാത്മാഗാന്ധി എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വാർത്ത വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇതിന് പ്രസക്തി അർഹിക്കുന്ന കാരണം എന്ന് പറയുന്നത്, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ചരിത്ര പ്രസിദ്ധവും അതുപോലെ തന്നെ വളരെ അപൂർവമായ ഒരു കൂടിക്കാഴ്ച നടന്നിട്ട് ഏകദേശം 100 വർഷം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ അപൂർവമായ ഒരു വാർത്ത വരുന്നത് എന്ന കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവിതം മുഴുവൻ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന കാര്യവും പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ മദ്യ, അതുപോലെ തന്നെ ലഹരി വർജനം, അതോടൊപ്പം തന്നെ ഈ സസ്യാഹാരം മാത്രം ഭക്ഷിക്കുക, ലളിത ജീവിതം മാത്രം നയിക്കുക തുടങ്ങി ആശയങ്ങളൊക്കെ തന്നെയും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഗാന്ധിജി അറിയാൻ വേണ്ടി വയോജന കേന്ദ്രത്തിൽ താമസിക്കാനും അദ്ദേഹം തീരുമാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ സമ്മാനം കൊണ്ട് 80-ാം വയസ്സിൽ പഠിച്ച സ്കൂളിൽ പോകാൻ കഴിയുക എന്നത് അപൂർവത്തിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യം കൂടിയാണ്. പക്ഷേ